CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഷോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. അക്കിക്കാവ് സെന്ററിൽ KSRTC ലോ ഫ്ലോർ ബസ് നിയന്ത്രണം വിട്ട് റോഡരികിലെ പൂട്ടിക്കിടന്ന കടയിലേക്ക് ഇടിച്ചുകയറി. അപകടത്തിൽ ഡ്രൈവർ മരിച്ചു. ചൊവ്വാഴ്ച രാത്രി 10:45 താഴത്തെ അക്കിക്കാവ് സെന്ററിലായിരുന്നു അപകടം. എറണാകുളം കുമ്പളങ്ങി സ്വദേശി ജോർജ് പി ജോസഫാണ് മരിച്ചത്. യാത്രക്കാരുൾപ്പെടെ 8 പേർക്ക് പരിക്കേറ്റു. മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ MLAയുമായ PA മാധവൻ അന്തരിച്ചു. 80 വയസ്സായിരുന്നു. ഫെബ്രുവരി മാസത്തിൽ മുണ്ടൂരിൽ വീടിനടുത്ത് വെച്ചുണ്ടായ വാഹനാപകടത്തിൽ ഗുരുതരമായ പരിക്കേറ്റ് എറണാകുളത്ത് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ചൊവ്വാഴ്ച രാത്രിയായിരുന്നു അന്ത്യം. തെരുവുനായ ശല്യം മൂലം തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ വിദ്യാഭ്യാസ വകുപ്പ് അവധി നൽകിയ ചൂണ്ടൽ ഗവൺമെന്റ് UP സ്കൂൾ ബുധനാഴ്ച സാധാരണ നിലയിൽ പ്രവർത്തിച്ചു. അധ്യാപകരും രക്ഷിതാക്കളും ആശ്വാസത്തിൽ. കടവല്ലൂർ വടക്കുമുറിയിൽ 74-കാരനെ ക്രൂരമായി ആക്രമിച്ച സംഭവത്തിൽ 2 പേർക്കെതിരെ കുന്നംകുളം പോലീസ് കേസെടുത്തു. മാനം കണ്ടത്ത് വീട്ടിൽ അലിയെയാണ് മർദ്ദിച്ചത്. സംഭവത്തിൽ പാണ്ടരത്ത് വീട്ടിൽ സിറാജ്, ഷെറിൽ എന്നിവർക്കെതിരെയാണ് കേസ്. വടക്കേകാട് ഗ്രാമപഞ്ചായത്തിലെ വാതക ശ്മശാനം അടിയന്തരമായി പണി പൂർത്തീകരിച്ച് ജൂൺ 30-ന് ജനങ്ങൾക്ക് തുറന്നുകൊടുക്കുമെന്ന് കരാർ കമ്പനിയും പഞ്ചായത്ത് അധികൃതരും നൽകിയ വാക്ക് പ്രാവർത്തികമാക്കാത്തതിൽ പ്രതിഷേധിച്ച് ജനകീയ മുന്നണിയുടെ നേതൃത്വത്തിൽ പ്രതീകാത്മക മൃതദേഹവും വഹിച്ചുകൊണ്ട് പ്രതിഷേധ സമരം നടത്തി. ദേശീയ ഡോക്ടേഴ്സ് ദിനത്തോടനുബന്ധിച്ച് വേലൂർ സെന്റ് സേവിയേഴ്സ് UP സ്കൂളിലെ വിദ്യാർത്ഥികൾ വേലൂർ കുടുംബാരോഗ്യ കേന്ദ്രം സന്ദർശിച്ച് ഡോക്ടർമാരെ ആദരിച്ചു. കോൺഗ്രസ് തൈക്കാട് മണ്ഡലം കമ്മിറ്റിക്ക് കീഴിലുള്ള 7ാം വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിജയോത്സവം 2026 സംഘടിപ്പിച്ചു. ചാവക്കാട് നഗരസഭയുടെ നേതൃത്വത്തിൽ ലഹരിവിരുദ്ധ ദിനാചരണവും വേൾഡ് കപ്പ് റാലിയും സംഘടിപ്പിച്ചു. അഖിലേന്ത്യാ ഇൻഷുറൻസ് എംപ്ലോയീസ് അസോസിയേഷൻ വനിതാ സബ് കമ്മിറ്റി കുന്നംകുളം ബേസ് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ചൊവ്വന്നൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിലേക്ക് ഓക്സിജൻ കോൺസെൻട്രേറ്റർ സംഭാവനയായി നൽകി. തൊഴിലുറപ്പ് പദ്ധതിയെ തകർക്കുന്നതുൾപ്പെടെയുള്ള കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളിദ്രോഹ നയങ്ങൾക്കെതിരെ കർഷക തൊഴിലാളി യൂണിയൻ വടക്കാഞ്ചേരി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എരുമപ്പെട്ടി പോസ്റ്റ് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. കടവല്ലൂർ പഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും നേതൃത്വത്തിൽ ഞാറ്റുവേല ചന്തയും കർഷക സഭയും നടത്തി. കൃഷിഭവൻ പരിസരത്ത് ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CG രഘുനാഥ് ഉദ്ഘാടനം ചെയ്തു. 100,000-ലധികം ഈർക്കിൾ കഷ്ണങ്ങൾ കൊണ്ട് പാലയൂർ പള്ളിയുടെ മാതൃക നിർമ്മിച്ച കോട്ടപ്പടിയിലെ കലാകാരൻ ബിജു മാറോക്കിയെ സാംസ്കാരിക കൂട്ടായ്മയായ കോട്ടപ്പടി സ്റ്റോറീസ് ആദരിച്ചു. ചൊവ്വന്നൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി മുൻ പ്രസിഡന്റും ചൊവ്വന്നൂർ ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായിരുന്ന സാമൂഹിക സാംസ്കാരിക പ്രവർത്തകൻ CK ജോൺ മാസ്റ്ററുടെ 2ാം അനുസ്മരണം സംഘടിപ്പിച്ചു. ഡോക്ടേഴ്സ് ദിനത്തോടനുബന്ധിച്ച് കാട്ടക്കമ്പാൽ പഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ പഴഞ്ഞി സാമൂഹികാരോഗ്യ കേന്ദ്രത്തിലെ മുഴുവൻ ഡോക്ടർമാരെയും ആദരിച്ചു. തലക്കോട്ടുകര വിദ്യാ എഞ്ചിനീയറിംഗ് കോളേജിലെ വിവിധ കോഴ്സുകളുടെ വിദ്യാർത്ഥികൾക്കായുള്ള ബിരുദദാന ചടങ്ങ് ജൂലൈ 4 ശനിയാഴ്ച രാവിലെ 10:30-ന് കോളേജ് ക്യാമ്പസിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സ്മാർട്ട് കിഡ്സ് സ്മാർട്ട് ഹെൽത്ത് എന്ന വിഷയത്തെ ആസ്പദമാക്കി IMA കുന്നംകുളം യൂണിറ്റും മാധ്യമപ്രവർത്തകരുടെ നേതൃത്വത്തിലുള്ള സീനിയർ എഡിറ്റേഴ്സ് ഫോറവും ചേർന്ന് വിദ്യാർത്ഥികൾക്ക് പരിശീലനം നൽകി. CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ ഷോർട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctvonline.tv സന്ദർശിക്കുക. നമസ്കാരം.